ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇറച്ചി പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ടേസ്റ്റിയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കുറച്ച് സ്പൈസി ഒക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇറച്ചിപ്പത്തിരിയാണിത്. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മാവ് കുഴച്ച് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയും 1 കപ്പ് ചപ്പാത്തിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ മൈദാമാവും ചപ്പാത്തിപ്പൊടിയും ഒരേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. രണ്ടും ഒരേ അളവിൽ എടുക്കുമ്പോഴാണ് നമ്മുടെ ഇറച്ചിപ്പത്തിരിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുക. ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 3/4 കപ്പോളം വെള്ളം എനിക്കിതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദാമാവ് 1 കപ്പ് ചപ്പാത്തിപ്പൊടിയും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരു 12 ഇറച്ചിപ്പത്തിരിയെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്യാവശ്യം വലിപ്പമുള്ള ഇറച്ചിപ്പത്തിരിയാണ് കേട്ടോ, പറ്റി ചെറുതായിട്ടല്ല, കുറച്ചൊക്കെ വലിപ്പത്തിലുള്ള ഒരു 12 ഇറച്ചിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കാം ഈ മാവ് കൊണ്ട്. മാവ് കുഴച്ചെടുക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഒരുമിച്ച് എല്ലാം കൂടി ഒഴിച്ച് കൊടുത്താൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും. അപ്പോൾ നമുക്കത് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത്ര ലൂസിൽ കുഴക്കണ്ട, ഒരു ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു തിക്നെസ്സിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. പിന്നെ നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനും കൂടി വെക്കുമ്പോൾ ഇത് കുറച്ച് ലൂസാവും. അപ്പോൾ അതിൻ്റെ ഇത് കൂടി നോക്കിയിട്ട് വേണം, ഒരു ടൈറ്റിൽ വേണം, ഇത് കുറച്ച് ടൈറ്റിൽ, അധികം ടൈറ്റില്ല, കുറച്ചൊരു ടൈറ്റിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇനി കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് അവിടെ വെച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ബൗളിൽ വെച്ച് കുഴച്ചെടുക്കുമ്പോൾ എന്തായാലും ഇത്രയ്ക്ക് സോഫ്റ്റ്നെസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കിത് ഈ ബൗളിലേക്ക് തന്നെ വെച്ചിട്ട് കുറച്ച് എണ്ണ കൂടി തൂവി കൊടുക്കാം മുകളിൽ. അതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിക്ക് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 സവാളയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. 3 സവാള ചെറുതായിട്ട് അരിഞ്ഞാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഈ മസാല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. ഇനി സൺഫ്ലവർ ഓയിൽ വേണമെന്നുള്ളവർക്ക് അതിലുണ്ടാക്കിയെടുക്കാം. സവാള ഏകദേശം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് കളറൊന്നും മാറുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വലിയ പച്ചമുളകായിരുന്നു, അപ്പോൾ ഞാൻ 2 ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ല കുറവ് വേണമെന്നുള്ളവർക്ക് 1 പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു മണം ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളുടെ പച്ചമണക്കം ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മസാലപ്പൊടികളുടെ പച്ചമണക്കം ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതായിരുന്നു. അപ്പോൾ അതൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് 250 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇറച്ചിപ്പത്തിരി ശരിക്ക് നമുക്ക് ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്, പക്ഷെ ഞാൻ ഇന്ന് ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ബീഫാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ബീഫ് വെച്ചിട്ടും ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ സവാളയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇത് നമുക്ക് ഓരോ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ ചപ്പാത്തിക്കുള്ള അത്ര വലിപ്പം വേണ്ട, എന്നാൽ പൂരിനേക്കാളും കുറച്ചുകൂടെ വലിപ്പത്തിലുള്ള ബോൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ 2 ചപ്പാത്തി വെച്ചിട്ടാണ് ഈ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഓരോ ബോൾസും ഇത് ഇത്രയും വലിപ്പത്തിൽ എടുത്തിട്ട് ഞാനിത് ഓരോന്നും പരത്തിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു ഇറച്ചിപ്പത്തിരിയാണിത്, പറ്റി ചെറുതല്ല. അപ്പോൾ നമുക്കിത് ഓരോന്നും പരത്തിയെടുക്കാം. കുറച്ച് പൊടി തൂവി കൊടുത്തിട്ട് ഞാനിതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നല്ല തിന്നായിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്, ഒരുപാട് കട്ടി പാടില്ല. അപ്പോൾ ചെറിയ ബോൾസ് എടുത്തിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ 2 പത്തിരി പരത്തിയതിന് ശേഷം ഞാനിതെങ്ങനെ ഫില്ല് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മസാല ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് വേറൊരു പത്തിരി കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അരികെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് അരികെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പത്തിരി പൊരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ അരികെല്ലാം വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതുപോലൊരു ലഞ്ച് ബോക്സോ അല്ലെങ്കിൽ തലഭാഗം നല്ല കട്ട് ചെയ്യാൻ പറ്റുന്ന മൂർച്ചുള്ള രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്യാതെ തന്നെ നമുക്കിതൊന്ന് മടക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും ഒരുപോലെ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ടിഫിൻ ബോക്സ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ അരികൊക്കെ ഒന്ന് മടക്കി കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഷേപ്പിൽ വന്നോളും. അരികെല്ലാം ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായി കാണും. അപ്പോൾ ആദ്യമൊക്കെ നമുക്കിത് ഇങ്ങനെ ഇതുപോലെ മടക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമൊക്കെ തോന്നും. പക്ഷേ വലിയ പ്രയാസമൊന്നുമില്ല. നമുക്ക് 2-3 ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ കോഴിയുടെയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണ് മടക്കിയെടുക്കാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു 4 പത്തിരി കൂടി ഞാനിതുപോലെ മസാലയൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ പത്തിരിയും ഒരുമിച്ച് പരത്തിയതിന് ശേഷം ഫില്ല് ചെയ്യുമ്പോൾ ഇതിന് ഉണങ്ങാൻ തുടങ്ങും. അപ്പോൾ പിന്നെ നമുക്ക് പ്രസ് ചെയ്താലും ഒട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പത്തിരി പരത്തിയതിന് ശേഷം ഇതുപോലെ കൂട്ട് നിറച്ചിട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ബാക്കി ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബാക്കി കൂടി ഞാനിതുപോലെ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാനിൽ അത്യാവശ്യം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് കുറച്ചൊക്കെ ഒന്ന് മുങ്ങാവുന്ന രൂപത്തിൽ വേണം ഓയിൽ ഒഴിച്ചെടുക്കാൻ. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓയിൽ നല്ലവണ്ണം ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇറച്ചിപ്പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. 2 ഭാഗവും ഈ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പത്തിരി കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. പിന്നെ നല്ല സോഫ്റ്റാണ്. നമ്മൾ ചപ്പാത്തിപ്പൊടിയും മൈദമാവും കൂട്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാൻ. നമ്മൾ പൂരി അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ മൈദാമാവും ചപ്പാത്തിപ്പൊടിയും കൂട്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പത്തിരി കിട്ടും. നമ്മൾ മൈദ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഹാർഡായിരിക്കും അതിൻ്റെ പത്തിരി. ഒന്ന് തണുക്കുക കൂടി ചെയ്താൽ നല്ല ഹാർഡായിരിക്കും. അപ്പോൾ ഇനി അടയോ പൂരിയോ അതേപോലെ ഇറച്ചിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇറച്ചിപ്പത്തിരി നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. ഇതിൻ്റെ കൂട്ടുണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അധികം പ്രയാസമൊന്നുമില്ല. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റിയാണിത് കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിരിക്കും എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.